ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങളെ വിട്ടു പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ നിമിഷം ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ പുറത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിഗ്നേഷൻ സംഭവിക്കണം എന്നില്ല. അപ്പോൾ സംഭവിക്കുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, ടോക്സിസിറ്റീനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുൻ ഗോഡസിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മുടെ 3 ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കണ്ടിന്യൂസ് ആയിട്ട് റീഡിംഗ് ഇടുന്നതുകൊണ്ട് കണക്റ്റീവായിട്ട് നമുക്ക് റീഡിങ്സ് വരും. അപ്പോൾ 3 ചാനലും നമ്മൾ സബ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കണക്ഷൻ വൈസ് ആയിട്ടുള്ള വീഡിയോസ് അപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ട് ഓടി വരും. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം.
യൂണിവേഴ്സ് ഏഞ്ചൽസ് അവരുടെ വ്യക്തി അവരിലേക്ക് തിരിച്ചു വരുമോ? യൂണിവേഴ്സ് ഏഞ്ചൽസ് അവരുടെ വ്യക്തി ഇവരിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ, പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ, പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ, പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ. ഒരു വ്യക്തി ഇവരിലേക്ക് തിരിച്ചു വരുമോ? നിങ്ങളുടെ വ്യക്തി ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു സമയം കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പല പ്രതിസന്ധികളിൽ കൂടിയും ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. 1, 2, 3 പ്രശ്നങ്ങളോ കുരുക്കുകളോ അല്ല, അഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുരുക്കുകൾ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ആ വ്യക്തി അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കണക്കുമില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ ഒരു ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി കഷ്ടപ്പെടുന്നതിന് ഒരു ആൻസർ യൂണിവേഴ്സ് കൊടുക്കേണ്ട ഒരു സമയമാണിപ്പോൾ. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നിട്ട് മേ ബി അകന്നു പോയൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ അത്രയ്ക്കും ജീവനായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അദ്ദേഹത്തെ പല കാര്യങ്ങളിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നോക്കാം. ഒരു വമ്പൻ വീഴ്ച, ഒരു വലിയ വീഴ്ച ആ വ്യക്തി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആ വ്യക്തി ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു തകർച്ച എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യമാണ് ഒരു വലിയ വീഴ്ച ആ വ്യക്തി ഫേസ് ചെയ്തിട്ടുണ്ട്. ആ വീഴ്ചയിൽ നിന്നും റിക്കവർ ചെയ്ത് വരികയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുന്നത്തെ എക്സ് ലവറുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു അടി കിട്ടിയിട്ടുണ്ട്. ലൈഫിൽ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് ലൈഫിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളോടുള്ള സ്നേഹമാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം തിരിച്ചു വരാൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. കണ്ടോ, ഉറക്കമൊഴിഞ്ഞ് രാത്രികളിൽ ഇരുന്ന് കരയുന്ന ആ വ്യക്തിയെയാണ് എനിക്കൊരിക്കലും നെഗറ്റീവായിട്ട് ഈ കാർഡ്സിൽ ആ വ്യക്തിയെ ഫീൽ ചെയ്യുന്നില്ല. ഉറക്കമൊഴിച്ച് കരയുന്നു, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, ഒരുപാട് സ്ട്രഗിളിലൂടെ നടന്നു പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും കാണുന്നത്. സോ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ ചതിക്കുന്നതായിട്ടോ ചീറ്റ് ചെയ്യുന്നതായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ടോക്സിസിറ്റി ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവത്തില്ല. ടോക്സിസിറ്റി ഉള്ളവർ അത് വേറെ റീഡിംഗ് ആയിരിക്കും നിങ്ങളുടേത്. സോറി. ഇതിൽ കാണുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായിട്ടും സിൻസിയറായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ചില സിറ്റുവേഷൻ മൂലം ആ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു നീതി കാണിക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ ഒരു ജസ്റ്റിസ് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കാര്യത്തിലൊരു ഉദാത്തമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കാണിക്കാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഓഫ് ദെയർ സിറ്റുവേഷൻ. അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറഞ്ഞ ക്വീനാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ മൂലം, പല സിറ്റുവേഷൻ മൂലം അവർ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടും അവരുടെ സ്ട്രഗിളിൻ്റെ ഒരു ഭാഗമാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടുമാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത് എന്നാണ് എനിക്ക് കാർഡ്സിലൂടെ മനസ്സിലാവുന്നത്. അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവരുടെ സ്ട്രഗിളിൻ്റെ ഒരു ഭാഗമാകേണ്ടി വരും നിങ്ങളും. അത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സ്ട്രഗിളിങ് സിറ്റുവേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫിനാൻഷ്യലി ആൾ സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ
അഗെയിൻ നിങ്ങൾ തമ്മിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ വ്യക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നില്ല. ആൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആൾക്ക് കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ എങ്കിൽ കൂടെയും ആൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആളാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഈ സ്ട്രഗിളിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലും നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു മെമ്മറിയിലുമാണ് ആളിപ്പോൾ നിങ്ങളെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള മൈൻഡ് സെറ്റായിരിക്കുന്നത്. അവർ ആ ഒരു മൈൻഡിലാണ് അവർ മുന്നോട്ട് പോകുന്നതും തീർത്തും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് അവർക്ക് പറ്റത്തില്ല. മുന്നേ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ആ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചെലുത്തിയിട്ടുണ്ട്. ആ ഒരു ഒരു ഡോഗ് ഉണ്ട്, ആ ഡോഗ് ഇങ്ങനെ വരുന്നു, അതിൻ്റെയാണ് കേട്ടോ ലാഗ് ഇടുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും. പക്ഷേ ഇപ്പോൾ ഫിനാൻസ് ആൾ നേടിക്കഴിഞ്ഞു, ഫിനാൻസും വെച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. പക്ഷെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഫിനാൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ആളുടെ വീടിനെയൊക്കെ ആൾ സേഫാക്കി. പക്ഷേ ആളുടെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് വട്ടപൂജ്യം. ഇറ്റ്സ് എ ബിഗ് സീറോ. ആൾ തന്നെ കണ്ടോ, ബോട്ടം ഓഫ് ദി ഡെക്ക്. ആൾ തന്നെ ആളുടെ ലൈഫിനെ ഒന്ന് ജഡ്ജ് ചെയ്ത് നോക്കുകയാണ്. ആളുടെ ലൈഫിനെ ഒന്ന് ജഡ്ജ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നീ നിൻ്റെ ലൈഫിൽ എന്ത് നേടി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ ആളുടെ ഉൾവിളി തന്നെ അങ്ങനെ ചോദിക്കുകയാണ്, നിൻ്റെ ലൈഫിൽ നീ എന്ത് നേടി എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നേടിയിട്ടില്ല. സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു വ്യക്തിയെ ഇട്ടിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്, കോണ്ടാക്ട്ലെസ് ആയിട്ടിരിക്കുന്നത്. ആ വ്യക്തി എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു വേണം എന്നുള്ളൊരു മൈൻഡിലൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്. ആ മൈൻഡ് ഇനി മാറുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും മാറത്തില്ല. ആ വ്യക്തി ആ മൈൻഡിലേക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു വരാനുള്ള, ഇപ്പോൾ അബ്രോഡ് അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ, ലക്ഷദ്വീപ് അങ്ങനെയുള്ളിടത്തൊക്കെ ഉള്ളതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ തിരിച്ചു വരാനും നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ ആവാനും ഒരു റീയൂണിയൻ സംഭവിക്കാനും അതുവഴി ഒരു സെലിബ്രേഷനൊക്കെ കാണുന്നുണ്ട്. അതിനുള്ള ഒരു ആക്ഷൻ അവരെടുത്തിട്ടുണ്ട്. അതിനുള്ള ആക്ഷൻ എടുത്തിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഒരു ചെറുവിരലൊക്കെ അതിന് വേണ്ടിയിട്ട് അവർ അനക്കി കഴിഞ്ഞു. അതിൻ്റെ പ്രോസസ്സുകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അതിനൊരു റിസൾട്ട് നിങ്ങൾക്കൊരു കോളായിട്ടോ ഒരു വാട്സപ്പ് മെസ്സേജായിട്ടോ, ചിലപ്പോൾ കോളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജസ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഐ എം ബാക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് 1000 ബൾബ് വിരിയുന്ന ഒരു ചന്തമുണ്ട് കാണാൻ, അല്ലേ? എനിക്കത് ഫീൽ ചെയ്യുന്നു. ഐ ഫീൽ ഇറ്റ്, ഐ സെൻസ് ഇറ്റ്. അതാണ് ഒരു റീഡർക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരുപാട് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരിച്ചു വിളിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുമോ എന്നുള്ള ക്വസ്റ്റിന് നമുക്കൊരു കൺക്ലൂഷനിലിവിടെ എത്താം. അതിനുള്ള ജഡ്ജ്മെൻറ്റിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അവരുടെ ലൈഫിനെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുമ്പോൾ, അവരുടെ ലൈഫിനെ അവർ ജഡ്ജ് ചെയ്യുമ്പോൾ, എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്, ഇതുവരെയും ഞാനൊന്നും എൻ്റെ ലൈഫിൽ നേടിയിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആ തിരിച്ചറിവിലാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് ബാഗ് പാക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ തുനിയുന്നത്. അത് കൊണ്ടെത്തിക്കുന്നത് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ, ഒരു ഫങ്ഷൻ, ഒരു പാർട്ടി. ഹാവ് എ ഗ്രേറ്റ് ഡേ. നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വന്നിട്ടുള്ള ഒരു ഗ്രേറ്റ് ഡേ. ഐ ഫീൽ ഇറ്റ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആസ്വദിക്കുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി മുതൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല, ഇനി മുതൽ നിങ്ങൾ കരയേണ്ടി വരില്ല. നിങ്ങൾ വൺ മോർ തിങ്, നിങ്ങൾ ചിന്തിക്കേണ്ട വൺ മോർ തിങ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക.
രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം കിടക്കുമ്പോഴും എനിക്ക് ഇന്നത്തെ ദിവസം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഈശ്വര ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്നൊരു വാക്ക്, താങ്ക് യു ഗോഡ് അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, ഒരു വാക്ക്, അത് നിങ്ങളെ വളരെയധികം എനർജറ്റിക് ആക്കുന്നു. പിറ്റത്തെ ദിവസം വളരെ എനർജറ്റിക് ആയിട്ട് എണീക്കാനും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വഴിമാറിപ്പോകാതെ കറക്റ്റ് കിട്ടാനുമുള്ള ഒരു കുറുക്ക് വഴിയ. അതൊരു സിമ്പിൾ ടിപ്പ്, ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഫോളോ ചെയ്തോളൂ. ആൻഡ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ എനിക്കത് അട്രാക്റ്റ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ആ ഫീൽ ചെയ്യുന്ന രീതി മൊത്തം 2, 3, 4 വരിയിൽ നിങ്ങൾ എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അഫേം ചെയ്യുക. നമ്മൾ അഫേം ചെയ്യാണ് ചെയ്യുന്നത്, വെറുതെ ഒരു കമൻറ്റ് ഉണ്ടാക്കാനുള്ള മാർഗമൊന്നുമല്ല. നിങ്ങൾ അഫേം ചെയ്യാണ്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വലിച്ചുകൊണ്ടിരിക്കുക കാന്തിക ശക്തി വഴി. അങ്ങനെ അഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കണക്റ്റഡ് ആയിട്ട് വീഡിയോസ് വരും, കണക്റ്റഡ് ആയിട്ട് റീഡിങ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനാണ്. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.